വെൽക്കം ടു നമ്മുടെ ചാനൽ. എന്താ ക്ഷണമുണ്ടാത്ത വീഡിയോ എടുക്കണത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ പറയാറുണ്ട്, പെട്ടെന്ന് ശ്രദ്ധ പോയി അല്ലേ? പിന്നെ അപ്പൊ എന്താ പിന്നെ പറയണ്ട്. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് സ്വാഗതം. ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു സമയം ഇപ്പൊ എത്ര മണി കഴിഞ്ഞിട്ട് 5:30 കേട്ടോ. 5:30 ഞങ്ങൾ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പോവാ, ഒന്ന് പോവാ, കൊറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പൊ നമ്മൾ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പോവാനുണ്ട്. അമ്മക്ക് ബ്ലഡ് എടുക്കണ്ടേ ടെസ്റ്റ്? അത്ര തന്നെ ഉള്ളൂ, ആദ്യം അത് തന്നെ ഉള്ളൂ. അപ്പം എന്താ പറയാ, ആദ്യം നമുക്ക് എൻ്റെ ഡ്രസ്സ്, എൻ്റെ റെഡ് സാരിയൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ കൊടുക്കാറായിട്ട്. അപ്പോൾ അത് ഡ്രൈ ക്ലീനിൻ്റെ അവിടെ കൊടുക്കണം. അവർ അടയ്ക്കാറായി എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഇപ്പോൾ വരുന്നുണ്ട് എന്നിട്ട് വിളിച്ച് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേഗം കൊണ്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ഇതേ കാറിൽ എത്ര സ്ഥലമാണ് ഇതിന് കൊടുക്കുക. എൻ്റെ സൈഡിൻ്റെ ഗ്യാപ്പിൽ നിൽക്കട്ടെ. എത്ര ദൂരമാണെങ്കിൽ അവിടെ നിന്നോളൂ കേട്ടോ. ഉറക്കം വന്നാൽ മാത്രമേ പോവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ശോഭരിക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ശോഭരിക്ക് എത്തിയവർക്ക് രണ്ടാൾക്കും ഏറ്റവും ആവശ്യം ഒന്നിന് ഐസ്ക്രീം അല്ലെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് വറുത്താട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഐസ്ക്രീമിനേക്കാളും നല്ലത് അതാണെന്ന് മനസ്സിലായതുകൊണ്ട് അത് മേടിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ പൊന്നു ഷെബിയൊന്നും വരാത്ത ഞങ്ങൾ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ആ നേരത്ത് മേടിച്ചില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു 2 ചായയും ഒരു കാപ്പിയും 2 അടയും 2 എന്താ സുഖിയേനെ മേടിച്ചു കൊടുത്തു. ആ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്നു കേട്ടോ. അപ്പോൾ ഇവരും വന്നതിന് ശേഷമായിട്ടാണ് ഞങ്ങൾ ചിക്കൻ റോളും പിന്നെ എന്താ ഇത് മേടിച്ചിട്ട് പിസ്സ മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും അടിയൊക്കെ ആയിരുന്നു കേട്ടോ. കുണിക്കിക്ക് എല്ലാം പൊട്ടിച്ച് വെതറണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്തൊക്കെയോ പൊട്ടിക്കുന്നുണ്ട്. അതിൽ കുറേ വെതറി കൂട്ടുന്നുണ്ട് കേട്ടോ, പൊടികളൊക്കെ. അപ്പോൾ ഷേബി പറഞ്ഞിട്ട് നീ അത് പൊട്ടിച്ചാൽ നീ എന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുണിക്കുമ്പോൾ മിരട്ടുണ്ടിരുന്നിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുണിക്കിക്കും ശോഭന് പോയി എപ്പോഴും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഗെയിം കളിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോയ കുറച്ച് കാശ് ചിലവൊക്കെ ഉണ്ടെങ്കിലും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഒരു ട്രിപ്പൊക്കെ നമ്മൾ കാർഡിൽ കാശൊക്കെ കയറ്റി എല്ലാത്തിനും ഓരോ ട്രിപ്പൊക്കെ ഒന്ന് കറക്കിയിട്ട് വരും കേട്ടോ. ചില സമയത്ത് ഞാൻ ഇപ്രാവശ്യം ഞാൻ ഫുള്ളും കാശ് തീർത്തില്ല. ബാലൻസ് ഒരു 10-300 രൂപ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് വന്നു. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അവർക്ക് ഇത് ആവശ്യമാണ്. അങ്ങനെ അവരെ പിന്നാലെ നടക്കണം. അപ്പോൾ പൊന്നും ഷേപ്പിങ് കാർത്തും കൂടിയിട്ട് പൊന്നിന് എന്തോ പ്രൊഡക്ട്സ് എന്തോ മേക്കപ്പ് പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി അവർ പോയിട്ടാണ്. അപ്പോൾ ഞാനും അന്നേട്ടനും കുഞ്ഞിനും കൂടിയിട്ട് ഇവരെ പിള്ളേരെ പിന്നാലെ നടക്കുന്നുണ്ട്. ഓരോന്നിൽ കയറ്റുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. ഇവർക്ക് ഒരാൾ ഇവിടെ അമ്മ കാർഡ് ഇവിടെ വരയ്ക്കുന്നവരും അപ്പോഴേക്കും അടുത്ത ആൾ അപ്പുറത്ത് പോയിട്ട് ഇവിടെ വരയ്ക്കുന്നവരും. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാട്ടോ. എന്നാലും നമ്മളേക്കും ഇവിടെ മക്കളുടെ സന്തോഷമല്ലേ ഏറ്റവും വലുത്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, അവരെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അവർ പിന്നാലെ ഇങ്ങനെ നടക്കണം. സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു ഡോസുള്ള ഗുളിക കഴിക്കുന്ന ദിവസം കഴിച്ചിട്ട് എനിക്ക് വയ്യ, ഫേസിലൊക്കെ നീരുണ്ടെങ്കിലും അവരെ ആഗ്രഹങ്ങളും അവരെ ഇഷ്ടങ്ങളും അല്ല. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മളും നടക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളല്ലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് സുഖങ്ങളും സന്തോഷങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ, അച്ഛനമ്മമാരുള്ളപ്പോൾ. അപ്പോൾ അത് പറ്റാവുന്ന പോലെ ഞങ്ങൾക്ക് സാധിക്കുന്ന പോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് വിശ്വാസം. അങ്ങനെ ഇതിപ്പോൾ ബൈക്ക് ഓടിക്കാന്നാണ് കയറിയിട്ട്. അപ്പോൾ എനിക്കിത് പറ്റില്ല, ഇത് അങ്ങോട്ട് തിരിപ്പിക്കണം ഇങ്ങോട്ട് തിരിപ്പിച്ചിട്ട് ഇവ അവിടെ ഇരിക്കണുള്ളൂ. ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞത് വണ്ടി പോകണനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ആയിക്കോട്ടെ. അപ്പോഴേക്കും അവിടെ കുഞ്ഞെ വിളി തുടങ്ങി, അമ്മ വായോ എന്നിട്ട് അവിടെ കുഞ്ഞെ വിളിക്കുന്നുണ്ട്. കുഞ്ഞിനല്ല കുണിക്കുമ്പോൾ. അപ്പോൾ കുണിക്കാൻ ഞാൻ എൻ്റെ ആക്കിയിട്ട് കുണിക്കീൻ്റെ അടുത്തേക്ക് പോയിട്ടാണ്. തൊണ്ടൊക്കെ അടഞ്ഞിരിക്കുക, കഫക്കെട്ടും ജലദോഷമൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തോ കാലാവസ്ഥ ശരിയല്ല, തലവേർക്കണേൻ്റെ എന്തോ തോന്നുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായി കഫക്കെട്ടുകൊണ്ട്. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഗെയിമും കാര്യങ്ങളും കളിക്കുന്നുണ്ട്. ഒരു ഗെയിം കളിക്കണമെങ്കിൽ 50 രൂപ അടുത്തോളം വരുന്നുണ്ട് ഒരു ഗെയിമിലൊക്കെ. 59 ആദ്യമൊക്കെ 26, 32, 34 ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും ഭയങ്കരമായിട്ട് റേറ്റ് കൂട്ടിയിട്ട്. എന്താ വെച്ചാൽ സത്യം ഗെയിം കളിക്കുന്നിടത്ത് കുട്ടികളെക്കാളും കൂടുതൽ വലിയവരാട്ടോ. ഈ ഗെയിം കളിക്കുന്നിടത്ത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കുട്ടികളല്ല കണ്ടിട്ടേ വലിയ ആൾക്ക്. ഒരാൾ ഇതുപോലെ ഞാനവിടെ കാർഡ് റീചാർജ് ചെയ്യാൻ പോയപ്പോൾ 2000 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നവർ. ഞാൻ നോക്കി നിന്നിട്ട് അയാൾക്ക് കളിക്കാനായിട്ടാ, കുട്ടികളൊന്നുമില്ല അയാളുടെ കൂടെ, അയാൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഞങ്ങൾ ഇവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ കൈവയ്ക്കുക എന്നല്ലാണ്ട് ഞങ്ങൾക്കായിട്ട് വയ്ക്കാറില്ല അല്ലേ. താല്പര്യമായിട്ട് നമുക്ക് വലിയവർക്ക് ഇത് കളിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അതൊക്കെ കളിക്കാനൊക്കെ തോന്നും. പക്ഷെ നമുക്ക് കയ്യിൽ നിന്ന് കാശ് പോകണ കാര്യം എടുക്കുമ്പോൾ ടെൻഷൻ കേട്ടോ. പക്ഷേ അപ്പോൾ ഇത് ഞാൻ അവിടുത്തെ കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ചെയ്ത് നോക്കി നോക്കുന്നുണ്ട്. ആ കുട്ടി ചെയ്തെന്താട്ടോ. അപ്പോൾ ഇരുന്നിട്ട് നമുക്ക് തോക്കൊക്കെ പിടിക്കാൻ ഒരു ചാൻസ് അല്ല. എന്നാലും അത് മുതലാക്കി.
പിന്നെ സ്റ്റുഡിയോയിലേക്ക് പൊന്നിന് ഡ്രസ്സ് എടുക്കാണ്ട് പൊന്നു കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബില്ലടിക്കുമ്പോഴായത് ഞങ്ങളെല്ലാവരും കൂടെ വന്നിരുന്നു. പൊന്നു ബില്ലടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുണുക്കനെ ഉണക്കിക്കും. അടുത്തത് എന്താ വെച്ചാൽ അവരെ ഞാൻ എൻ്റെ ഐഫോണിൻ്റെ കവർ പൊട്ടിയായിരുന്നു. അപ്പോൾ അത് ഷോപ്പിൽ നിന്ന് മാറ്റി. അപ്പോൾ അവരുടെ ഫോണിൻ്റെ കവറ് വിജയുള്ള കവറ് വേണം. എവിടെ നിന്നാണ് അപ്പോൾ വിജയുടെ കവർ? വിജയ് പ്രാന്തനായിക്കണം. വിജയുടെ കവറൊക്കെ വേണമെന്നിട്ട് കുണുക്കൻ നിന്ന് തുള്ളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് കിട്ടാനില്ലടാന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് അമ്മ എന്നിട്ട് ഇങ്ങനെ നിൽക്കട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 3-4 മണിക്കൂർ അതിന് ശേഷം കേട്ടോ. എന്താ വെച്ചാൽ കാർത്തുമ്പോൾ പൊന്നിൻ്റെ ഫേസ് ഉണ്ടാകും. പൊന്നിന് തീരെ ഇഷ്ടപ്പെട്ട ഫ്ലാറ്റിലേക്ക് പോകാൻ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഉള്ളോട്ടെ. ചെറിയ വീഡിയോ വെച്ചാൽ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വെച്ചാൽ ഇന്നലെ ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് പോലെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് എത്രത്തോളം പൂർത്തീകരിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതായത് പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ ശോഭയ്ക്ക് പോലെ കാരണം തന്നെ അമ്മയിൽ ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാണ്ടായിരുന്നു. അതായത് എനിക്ക് ഡോക്ടറാണ് പോലെ ദിവസങ്ങളായല്ലോ. അപ്പോൾ 7 ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 6 ആഴ്ചയായി. അപ്പോൾ ഒരാഴ്ച മുന്നേ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ദിവസങ്ങളായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഡോക്ടറെ എറണാകുളം പോണ സമയമൊക്കെ ആയിട്ടുണ്ട് ഡോക്ടറിൻ്റെ. അപ്പോൾ അമരയ്ക്ക് പോയി. അപ്പോൾ റിസൾട്ട് നേരത്തെ 3 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കിട്ടുന്ന റിസൾട്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റ്. ഞങ്ങൾ വിചാരിച്ചു അതായിരിക്കും വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് കിട്ടി ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ. അപ്പം 3 മണിക്കൂർ പിന്നെ നമ്മൾ ശോഭയ്ക്ക് എന്തായാലും പോകണമെന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയത്. അപ്പം പിന്നെ വരുമ്പോൾ റിസൾട്ട് കൂടി മേടിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ഇവിടുന്ന് പോകുമ്പോൾ പൊന്നിന് ഷേബിനെ വിളിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു വേണ്ട അവിടെ എത്രനോട് കൂടി വിളിച്ചത് ഞങ്ങൾക്ക് അടുത്തല്ല നീ ഇപ്പോൾ ഇവിടുന്ന് വിളിക്കുന്നതെന്ന്. ഞങ്ങളവിടെ എത്തിയിട്ടാണ് പിന്നെ അവർ വിളിച്ചത്. അവർ ഉറക്കത്തിൽ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിട്ട് പിന്നെ അവർ വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആ നേരം കൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും മേടിച്ചില്ല. ഞങ്ങൾക്ക് നല്ല തലവേനുള്ള കാരണം ചായ മേടിച്ചു. ഞാനേ ഭയങ്കര ഇഷ്ടം ശോഭന ചായ ഭയങ്കര ഇഷ്ടം. എല്ലായിടത്തും ചായ അങ്ങനെ ടേസ്റ്റ് കാണാനല്ലേ ശോഭന ചായ നല്ല ചായ അടെ സുഖിയ ഞങ്ങൾ പിന്നെ അവിടെ വേറെ മേടിക്കാല്ലേട്ടാ. വെജ് ഉഴുന്നോണ്ടൊന്നും അത്ര ഇത് അത് കറി മസാലയുടെ ഞാനും പൊട്ടിച്ചിട്ട് ഞാനും പറഞ്ഞു ടേസ്റ്റ് കുറവുണ്ട് പറഞ്ഞു. ഫുഡൊക്കെ നമുക്ക് പരിപാടി പറ്റിയ അവതരട്ടോ. ഫുഡൊക്കെ സൂപ്പർ ആട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല ഫുഡാണ് കാര്യങ്ങളും. എനിക്ക് എത്രയോ എന്നൊരു വിശേഷ ദിവസം പോയിട്ട് ചിക്കൻ അത്ര നല്ലത് കിട്ടാത്തതിൻ്റെ ശേഷം ബർഗർ എൻ്റെ അത് അത്ര നല്ലത് എനിക്ക് വേണ്ട ശേഷം ഞാൻ അവിടെ നിന്നാണ് അധികം മേടിക്കാറ്. എനിക്ക് പേടിയ ടെൻഷനാണ് മേടിച്ച് ഓർമ്മയുണ്ട് ഒരു കൊല്ലം നമ്മൾ പോയിട്ട് എന്തൊരു വിശേഷത്തിന് തന്നെയായിരുന്നു. ഓണത്തിനും എന്തെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി പോയതാണ്. ബർഗർ കഴിച്ച് വയറിന് പറ്റാണ്ട് എല്ലാവർക്കും വയറിന് എന്തോ ബുദ്ധിമുട്ട്. എനിക്ക് വയറിന് കുഴപ്പമില്ല. കഴിച്ചതിന് ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതിനുശേഷം അങ്ങനെ ചുമ്മാതാട്ടാ അതൊക്കെ കഴിക്കൊക്കെ പിസ്സ ഇഷ്ടമല്ല. ആ റോൾ ഇഷ്ടമായില്ലേ? പിസ്സ എന്തോ നല്ല പിസ്സ ഞാൻ ഇഷ്ടമായി. എന്തോ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. പിസ്സ ഒന്നും നമ്മൾ എപ്പോഴും മേടിക്കുന്ന സാധനമൊന്നുമില്ല. പ്ലെയിൻ മേടിക്കുന്ന സാധനം പിസ്സ. ഇതുവരെ ഇവിടെ പെരുമ്പിലാവിലാക്കിക്കാവ് പറയാം. പെരുമ്പിലാവ് അക്കിക്കാവുണ്ട് കേട്ടോ പിസ്സ. പക്ഷെ സിഗരറ്റ് നല്ല പിസ്സ കേട്ടോ. അവിടുത്തെ നല്ല ടേസ്റ്റ്. പക്ഷെ മേടിച്ചാൽ കിട്ടില്ല. അവരൊറ്റ ബോക്സ് കുണുക്കുന്നത് ഞങ്ങളെ ഈ സാധനം ഗൾഫിലെ ഈ പൂസൊക്കെ അങ്ങനത്തെ കടയിൽ എനിക്കിതൊക്കെ വെറുതെ തരുന്ന സാധനം ഇതാണ് ഈ പിസ്സാന്ന് എനിക്ക് ഇപ്പോഴറിയണത്. സത്യം നമ്മളിത് വെള്ളം കൊണ്ട് നടക്കാൻ പോകുമ്പോ അവരിത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ KFC പോയിട്ടുണ്ട്. വെള്ളം കൊണ്ട് നടക്കാൻ പോകുമ്പോ ഒരു ബക്കറ്റ് നിറയെ എനിക്ക് തരും സാധനം. നമുക്കൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനാ പറയണത് അറബി വീട്ടിൽ നിന്ന് മട്ടൻ തന്നാൽ തന്നെ ഞാനത് ആർക്കെങ്കിലും കൊണ്ടുകൊടുക്കും. എവിടുന്ന് കിട്ടിയ ഫുഡ് കഴിക്കുന്നത് ഞാനും ചീത്തരങ്ങടാണ് ചെയ്യരുത്. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഫുഡ് ഫ്രഷ് മട്ടനാണ്. അത് കറി വെച്ചിട്ടല്ല. അവര് നോമ്പ് സമയത്ത് കവറിന്റെ ഒരു 4 കിലോനൊക്കെ ഉണ്ടാവും ഇട്ടെന്ന്. എന്നിട്ട് ഞാൻ അവിടെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തു. അവര് വെച്ച് കഴിച്ചു സൂപ്പറാന്ന് പറഞ്ഞു. പിന്നെ അവര് പ്രതീക്ഷിക്കും ഞാൻ എന്തെങ്കിലും വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരുന്നു. ഗൾഫിലൊരു അമ്മാമ ഉണ്ടായിരുന്നു അമ്മാമനെ പറ്റി ഇവിടെ ഇങ്ങനെ വന്ന് പറയട്ടാ. പിന്നെ പ്രാവശ്യം ഗൾഫിൽ പോയപ്പോഴാ പിന്നെ അമ്മാമനെ കാണാൻ പറ്റിയിട്ടാ.
അല്ല ഞാനിങ്ങനെ ആപ്പിള് തരുന്നു. അല്ല നമ്മളോട് ഇഷ്ടമല്ല ഖത്തർ ഭാഷ എന്നറിയില്ല. അമ്മാമ്മയുടെ വീട്ടിൽ വെള്ളം കൊടുക്കാൻ പോകും. ഭാഷ അറിയണമെന്നില്ല, നമ്മളോട് ചിരിക്കുക, നമുക്ക് അങ്ങനെ ചിരിച്ച് അത്ര ആപ്പിള് തരുമ്പോ നമുക്ക് ഒരു സ്നേഹം. ഞാൻ ഇട്ട പേരാട്ടോ ആപ്പിളമ്മ. പിന്നെ എനിക്ക് മാമ എല്ലായിരിക്കും ചെറുപ്പം പെണ്ണായിരിക്കും എന്ന് സംശയം. കാട്ടിയെടുത്തപ്പോ സമാധാനായി. കാട്ടെടുത്ത് നല്ലോണം സമാധാനായി. എങ്കിലും 10-100 വയസ്സുണ്ടായിരുന്നു. സന്തോഷായി അമ്മാമൻ. അല്ല ഫോൺ കൂടെ ഇങ്ങനെ പറയിക്കാം അമ്മ ആപ്പിളാന്നു. പിന്നെ എന്തൊക്കെ തരും തോന്നുന്നല്ലേ. നല്ല സ്നേഹ, നമ്മളോട് നല്ല സ്നേഹത്തില. ഞങ്ങളെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ പ്രാവശ്യം ഞങ്ങളെ ഗൾഫിൽ കൊണ്ട് പനടയ്ക്ക് കാട്ടിയത് അമ്മ മിറ്റത്ത് നിൽക്കണ എങ്ങനെ അമ്മ വെള്ളം കൊടുക്കുമ്പോ വരും. അന്ന് വെള്ളം കൊടുക്കാൻ പോയതല്ല, നമ്മളെന്താ വഴിക്ക് പോകുമ്പോ അവിടെ നിൽക്കുക അങ്ങനെ കാണിച്ചു തന്നേക്ക്. അതിന് വെള്ളം കൊടുക്കുമ്പോ കാട്ടിയതല്ല, വണ്ടിയിൽ അങ്ങനെ കാട്ടിയെന്നതാട്ടോ. എന്നുവെച്ചാ അപ്പൊ ഞങ്ങള് അത് പണ്ട് കാര്യങ്ങളും ആപ്പിളമാമില്ലേ ആപ്പിൾ കിട്ടിയില്ലേ കളിയാക്കൊക്കെ ചെയ്ത് ഫോൺ വിളിക്കുമ്പോ. പിസയുടെ കാര്യം ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. പിസൊക്കെ കിട്ടിയതായിരുന്നു സത്യം കേട്ടോ. ഗൾഫിൽ കിട്ടിയത് അതിന്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ കേട്ടോ. അന്നും നമുക്കറിയില്ല എത്ര വർഷമൊക്കെ പൊന്നിനും കുഞ്ഞിനൊക്കെ 7-8 വയസ്സുള്ള അതിനായിട്ട് കൊണ്ടേക്കും. കുഞ്ഞിന് 10 വയസ്സുണ്ടാവും. ആ പ്രായത്തിനാണ് അതിനായിട്ട് ഞങ്ങൾ ഗൾഫിലുണ്ട്. അപ്പം അന്ന് കുഞ്ഞൻ പറയാം, ഓ അന്ന് അച്ഛൻ ബർഗറൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് വേണ്ട, ഞാൻ അവിടെ വെക്കും. ഇന്നിപ്പോ ഒരു ബർഗർ എന്ന് പറഞ്ഞാൽ ബർഗർ തന്നെയാണ് അല്ലേ ചേട്ടാ. ഞങ്ങൾക്ക് ഗൾഫിൽ കൊണ്ടിട്ട് സമൃദ്ധി മേടിച്ചതുണ്ട്. അതൊന്നും ഒരിക്കലും എന്താ പറയുക ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുമ്പോൾ ആദ്യമായിട്ട് പോയി കാരണം ഞങ്ങൾക്ക് കഥ പറയുമ്പോൾ ഏറ്റവും ഇഷ്ടമായിട്ട് മക്കളായിട്ട് പോയിട്ടുള്ള ആദ്യമായിട്ടാണ് ഏറ്റവും സുഖം. അതായത് എനിക്കത് എന്തെങ്കിലും മേടിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉണ്ണിക്ക് മേടിച്ചു കൊണ്ടുവരുമ്പോൾ മക്കൾ അവിടെ നാട്ടിലല്ലേ എന്നുള്ള ചെറിയൊരു ഉള്ളിലൊരു ചെറിയ പിടച്ചിലുണ്ടാവുമല്ലോ. രണ്ടാൾക്കാർ ഇനി പോണം. യോഗ ഉണ്ടെങ്കിൽ 4 മക്കളെ ആയിട്ട് 4 മക്കളും വരുവാനും പേരക്കുട്ടിയൊക്കെ ആയിട്ട് പോണം. ബിഗ് ബഡ്ജറ്റ് അവസ്ഥയാണ്. കുണുക്കനെ ഇങ്ങോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നത് കുണുക്കന്റെ ചിന്താരിൽ വരാട്ടോ പറഞ്ഞിട്ട് രസം. ഇങ്ങനെ ഇരിക്കും. കുണുക്കനെ എങ്ങോട്ട് പോകാൻ ഇഷ്ടം കുണുക്ക മഴയൊക്കെ മാറിയിട്ട് പോവാലോ. മൂന്നാറാ ഫ്ലൈറ്റിലെങ്ങടെ പോണ്ട് ഗൾഫിലേക്ക് ദുബായിക്ക് പോകണം അല്ലേ. അവന് ഏറ്റവും ആഗ്രഹം തട്ടെ. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ആളെ ഞാൻ പറയാം. നിനക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തന്നെയാ നീ ആരുടെ ഫാൻസാ? ഫാൻസ് കണ്ണനല്ല എന്റെ മുടിയുടെ എന്തെങ്കിലും ആളാരാ? കൊഞ്ചാട് പറടാ ചക്ക. ബോച്ച. നിനക്ക് എന്താ ബോച്ചോട് ഇത്ര ഇഷ്ടം? ബോച്ചയുടെ മുടി കണ്ടിട്ട് ബോച്ചയുടെ വലിയൊരു ഇങ്ങനെ കുഴഞ്ഞു സംസാരിക്കല്ലേ. മനസ്സിലായോ? എന്റെ പടയപ്പ എനിക്കുള്ള എന്റെ പൊന്നെ പടയപ്പ ചെടിയൊക്കെ ഇടാണ്ട് കിടക്കുന്നു. അത് നിങ്ങൾ ഒന്നിച്ചാ പോയത്. ഷെഡ്യൂരവിടെ വെച്ചിട്ടുണ്ട്. കറക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇന്ന് വീഡിയോ എടുക്കാ പറഞ്ഞു വന്ന ഗൾഫിൽ പോകണം. പക്ഷെ എല്ലാവരും ഒത്തു പോകാൻ നമ്മൾ ബിഗ് ബഡ്ജറ്റ് മൂവി ഇറങ്ങുന്ന പോലത്തെ അവസ്ഥ. കുണുക്കനും കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ അവരെന്നെ നമുക്ക് പറ്റുന്ന സമയത്ത് കൊണ്ടുപോയി പറ്റുന്ന കൊണ്ടുപോയിട്ടില്ല. അവരുടെ ആഗ്രഹം ഫ്ലൈറ്റ് ആയിരുന്ന കുണുക്കുമ്പോനെ നമ്മളെ ആഗ്രഹിച്ച എങ്ങനെയൊക്കെ പറ്റാറുണ്ട്. അപ്പൊ എല്ലാം എന്റെ ആഗ്രഹം നടക്കട്ടെ. ഞാൻ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ. മഴയും കാര്യങ്ങളും ചെറിയ ടെൻഷൻ. ട്രിപ്പ് പോകാനൊക്കെ തോന്നുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ മനസ്സിന് കൊറേ അലട്ടലുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ട്രിപ്പ് എന്നല്ല ലോട്ടറി എടുത്തിണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയൊന്നുമല്ല ഒന്നും പറഞ്ഞില്ലേ. ലോട്ടറി അടിക്കില്ല വെറുതെ. ബാംഗ്ലൂരൊക്കെ ഒന്ന് പോണെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂര് ആരുമില്ല സത്യം. ബാംഗ്ലൂർ പോയിട്ട് കറങ്ങാനൊന്നുമില്ല. ഇത്രയും ഒരു വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യേണ്ട വേറെ ഒന്നുമല്ല. അല്ല നമ്മളെല്ലാവരും ഒത്തു പോകുന്നത് ബാംഗ്ലൂർ പോകുമ്പോൾ നമ്മൾ ചുരം കയറിയിട്ടില്ല പോണ്. വയനാട് ചുരം പിന്നെ ഇങ്ങനെ കയറുക. പിന്നെ മുത്തങ്ങ വഴിയില്ല നമ്മൾ ബാംഗ്ലൂർ പോകാറ്. അങ്ങനെ വേറെ വഴിയില്ല. വേറെ വരുമ്പോ നമ്മൾ റിട്ടേൺ വരുമ്പോ പക്ഷെ നല്ലൊരു
ട്രോളിന് കൊടുക്കണം 2000 അടുത്ത് വരും എല്ലാം ഇത് കഴിഞ്ഞ് വരുമ്പോ. ഫയർഫോഴ്സ് കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ വരുമ്പോ ചോദിച്ചേക്കണം. ഇപ്പൊ ഞാൻ വർത്താനം വേണ്ടി പോരാ. അപ്പൊ പ്രത്യേകിച്ച് ഇല്ല അവളെ കാണില്ല, പ്രത്യേകം കാണില്ല. പ്രത്യേകിച്ച് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ പോയി വരുമ്പോ ഞാൻ രാത്രി ഉറങ്ങുമ്പോ 2 മണി 2 മണിക്ക് കഴിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ എനിക്ക് 8 ദിവസം കൂടി ഞായറാഴ്ച കഴിക്കുന്ന ദിവസം. അത് തെന്നിമാരി ഇപ്പൊ ചൊവ്വാഴ്ച ഡേറ്റ്. ചൊവ്വാഴ്ച മുതലാണ് ഇപ്പൊ കഴിക്കുന്നത്. ഇപ്പൊ ചൊവ്വാഴ്ച ആഴ്ചയിലൊരിക്കൽ ഇപ്പോഴല്ല കുറച്ച് ദിവസം സ്കൂൾ തുറക്കാനായിട്ട് കുറച്ച് ദിവസം കൂടിയിട്ട് ഹാപ്പി ആയിട്ടിരുന്നു. ഇപ്പൊ തന്നെ ടെൻഷൻ സ്കൂള് തുറന്നാ തന്നെ പറയാനട്ടാ കണ്ണനെ കാണണമെന്ന് പറഞ്ഞോളട്ടാ. ഉണ്ണിക്കണ്ണനെ കാണാൻ പോണത്തെ ഗുരുവായൂർക്ക് പോവാ. ഉണ്ണിക്കണ്ണനാ ഗുരുവായൂർക്ക് പോവാ. ഓക്കെ ഓക്കെ. ഇന്നലെ വന്ന് കിടന്ന് ഉറങ്ങുമ്പോ സമയം 2 മണി കേട്ടാ. അപ്പൊ ആ ഗുളിക ഇന്നലെ കഴിക്കണം. ഇന്നലെ ഭയങ്കര ക്ഷീണായിരുന്നു. പിന്നെ അങ്ങനെ ഉറങ്ങി. രാവിലെ കഴിച്ചു. രാവിലെ ചേട്ടനാണ് ഇഡ്ഡലി ഉണ്ടാക്കിയതും. പിന്നെ ഇന്നലത്തെ സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു. ആ സാമ്പാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേടാവില്ല. ചൂടാക്കി വെച്ച് നമുക്ക് 2 ദിവസം ആ ഫ്രഷ്നെസ് ഉണ്ടാവും. മറ്റു സാമ്പാർ ചൂടാക്കുമ്പോൾ മണത്തിന് മാറ്റം വരും. നമ്മളെ വറുത്ത. പക്ഷേ ഈ സാമ്പാറുണ്ടോ ചൂടാക്കുന്നത് ഒരു ടേസ്റ്റ് കൂടി വെച്ച്. ഇന്നലത്തെ ആ റെസിപ്പി സാമ്പാറിന്റെ അത് നമ്മൾ എത്ര ചൂടാക്കണം അത്രയും ടേസ്റ്റ് കൂടുതലുണ്ട്. അപ്പം രാവിലെ ഇഡ്ഡലിക്ക് ഞാൻ മീൻകറി കൂട്ടി ഇഡ്ഡലി കഴിച്ചു. ഇവരൊക്കെ സാമ്പാർ ചമ്മന്തി ചട്നി കൂട്ടി കഴിച്ചിട്ട് പിന്നെ ദോശ കഴിച്ചു. 3 ദോശ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ അയില മേടിച്ചിട്ട് വറുത്തോളൂ. ഞെട്ടനെ നന്നാക്കി വറുത്തു. മസാല ഞാൻ പറ്റി വറുത്തു. പിന്നെ ഇന്ന് അച്ചുക്ക് ആളുള്ള കുറച്ച് സാമ്പാർ കുറച്ച് സാമ്പാറുള്ളൂ. അപ്പൊ അതുകൊണ്ടുള്ളതുകൊണ്ട് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് കൊഞ്ചിട്ട് വർത്താനം പറയത് വലിയ കുട്ടിയായിട്ടാ. എന്നിട്ട് പറയട്ടെ. അപ്പൊ ആളുള്ള സാമ്പാറുണ്ട് ചോറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ രാത്രിക്ക് കറി എന്തെങ്കിലും മാറ്റിയാണ്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ കാര്യങ്ങളായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ഫാമിലി വീഡിയോ ഇടുമ്പോഴും എന്തെങ്കിലും നിങ്ങൾക്കായിട്ടൊരു റെസിപ്പി ഉണ്ടാവും. പക്ഷേ ആ സാമ്പാർ ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ സാമ്പാർ. ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ. അപ്പം അങ്ങനെ എൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു. അപ്പോൾ അതൊക്കെ സംസാരിച്ച് വെച്ചതാട്ടാ. അപ്പോൾ വേറെ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങൾ വിളിക്കണവരാട്ടാ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോയും കാര്യമൊന്നും എടുത്തില്ല. പിന്നെ ചോദിച്ചു വീഡിയോ ഇടാണ്ടിരിക്കുന്നവർ സംസാരിച്ച് 10 മിനിറ്റ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് ഫുൾ ടൈം ഉറക്കം ഡേ സമയം 8 മണിക്ക് ഞാൻ വെച്ചിട്ട് ഉച്ചയ്ക്ക് 3 മണിക്കെന്ന് പറഞ്ഞിട്ട് 8 മണി വേറെ ഒന്നുമില്ല. ഈ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ തല പൊന്തില്ല. അതിനായിട്ട് വന്ന് ഇങ്ങനെ വിളിക്കണം നോക്കിയിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ മുഖത്ത് നീരായിരുന്നു. ഇപ്പൊ നീരും കണ്ണിന്റെ മണ്ടയത്തൊക്കെ ഒന്ന് കുറഞ്ഞല്ലേ. ഇപ്പൊ ഫേസ് കറക്റ്റ്. അച്ഛമ്മയുടെ നീര് അച്ഛമ്മയ്ക്ക് മാത്രമൊന്നുമല്ല നീര് എല്ലാവർക്കും വരും. അച്ഛമ്മയ്ക്ക് മാത്രമേ നീര് വരുള്ളൂ. അപ്പൊ അച്ഛമ്മയ്ക്ക് മാത്രമേ നീര് കേട്ടിട്ടുള്ളൂ. വേറെ ആർക്കും നീര് കേട്ടിട്ടില്ല. അപ്പൊ അച്ഛമ്മയുടെ അസുഖമാണ് നീര്. ബാക്കി ആർക്കും അസുഖമില്ല അല്ലടാ. ഇനിയിപ്പോ കുണിക്കുമ്പോഴൊക്കെ എപ്പോഴും ഉറങ്ങാന്ന് പോലും അറിയില്ല. നല്ല ഉറക്ക. കുഞ്ഞനും കുറെ നേരം ഒന്നും ഉറങ്ങണു. അപ്പൊ നമുക്ക് ഇന്ന് വേണമെങ്കിൽ മുത്തങ്ങക്കാട് വേണമെന്ന് സഞ്ചരിച്ചിട്ട് വരും. ഇന്ന് രാത്രി ആർക്കും ഉറക്കുണ്ടാവില്ല. മൂത്രമൊഴിച്ചാൽ മതി 3 നേരം വണ്ടിയില്. അപ്പൊ കറങ്ങാം നമുക്ക് സുഖമായിട്ട്. എന്താ പെട്രോള് ആദ്യം പെട്രോൾ പമ്പ് അങ്ങനെയൊക്കെ കാണാണ്ട്. ആ പെട്രോൾ പമ്പിലൊക്കെ ഇപ്പൊ കുറെ ഉടായ്പടങ്ങുന്നുണ്ട്. നമ്മളിപ്പോ കൂടുതലും നേരയുടെ പെട്രോൾ അടിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, മൈലേജ് അതാണെന്നുണ്ട്. പക്ഷെ നമുക്ക് പല പെട്രോൾ പമ്പിലും നേരയുടെ തന്നെ ചിലയിടത്ത് മൈലേജ് കിട്ടും, ചിലയിടത്ത് മൈലേജ് കിട്ടാം. ഇപ്പോഴാണ് ഏകദേശം പകുതി വരെ ഗ്യാസാണ് പോണത്. വെറും കാറ്റ്. അതായത് ഏതോ വീഡിയോയിൽ വന്നിട്ടോ ബക്കറ്റിലേക്ക് 2000 രൂപയ്ക്ക് അങ്ങനെ പെട്രോൾ അടിക്കുമ്പോൾ ബക്കറ്റിലേക്ക് പിടിച്ചപ്പോൾ 700 രൂപ വരെ വെറും എയർ മാത്രം തള്ളിയിട്ട് 700 അവിടെ നിന്നാണ് പെട്രോൾ. അപ്പം ഇതുപോലെ വില കാറ്റ് ഇതുപോലെ വില ഉണ്ടായപ്പോഴും നടക്കണമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ പെട്രോളിന് അല്ലെങ്കിൽ തീ പിടിച്ച വില അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറെ സ്ഥലത്ത് ഉണ്ടായപ്പോൾ നടക്കുന്നുണ്ട്. അപ്പൊ നേരെ ഇത് ദുരന്തം മാത്രമേ ചെക്കൻ വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോ ആദ്യം വണ്ടിയുടെ ടാങ്കിൽ അടിക്കാണ്ട് എന്തെങ്കിലും ബക്കറ്റില് നമുക്ക് ചെക്ക് മേടിച്ചിട്ട് അങ്ങനെ ചെയ്യാട്ടെ. എന്താ വെച്ചാൽ
പക്ഷെ നമ്മൾ ജഗ്ഗിരിക്കുന്ന കറക്റ്റ് ഇടാ. പക്ഷെ അത് ആദ്യം പറയുന്നത് കാറിലേക്ക് അടിക്കണോട് നിന്നിട്ട് അടിക്കണോട് കൂടിയിട്ട് ജഗ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ നേരയുടെ പമ്പിന് നേരയുടെ പെട്രോളല്ലേ വരിക. അപ്പൊ ആ മൈലേജ് എല്ലായിടത്തും കിട്ടണ്ടേ. ഒരു സ്ഥലത്ത് മൈലേജ് കിട്ടും, ഒരു സ്ഥലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഏത് പമ്പൊന്നും ഇല്ല. പക്ഷെ നമുക്ക് പലയിടത്തും ഉണ്ടായ അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളെവിടെയുണ്ട് നേരയുടെ പമ്പ് അടിക്കും. കൂടുതൽ നമ്മളടിക്കുന്നത് എന്താ ചൂണ്ടിന് പുറത്തുള്ളതാണ്. പിന്നെ നമ്മളെ എങ്ങനെ കുറച്ച് ആവുന്ന നമ്മൾ പെട്രോൾ കൂടുതലായി അവിടെ അടിച്ചിട്ടു നമ്മൾ പോവാനുള്ള ഉദ്ദേശത്തില്. പിന്നലെ വരുമ്പോഴും നമ്മൾ 10,500 രൂപ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ലോക്കൽ ഓട്ടങ്ങൾക്കൊക്കെ അത് ആവശ്യം. ഇപ്പോൾ പിന്നെ തൃശ്ശൂർ കഴിക്കുമ്പോൾ അവിടെ അടിച്ചിട്ട് പോകും, ദൂരെ എറണാകുളമൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ലോക്കൽ ഓട്ടത്തിന് ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യം ഇന്ത്യൻ ഓയിലൊക്കെ അടിച്ചിരുന്നു. പക്ഷെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒന്നും തീരെ നമുക്ക് മൈലേജ് കാരണം കിട്ടാറില്ല. പിന്നെ കരടും അല്ലേ മിസ്സിങ് കാണിക്കുക, വെള്ളം കയറുന്ന മിസ്സിങ് കാണിക്കാനപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ഓയിലും ഞങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ പക്ഷെ വടക്കാഞ്ചേരി റോട്ടിൽ നമ്മൾ പ്രാവശ്യം വടക്കാഞ്ചേരി റോഡ് എന്ന് പറയുന്നത് കോലാരി അല്ലേ, കോലാരി സൈഡിൽ നിന്ന് ഞങ്ങൾ അടിച്ചപ്പോ പക്ഷെ എന്ത് കോട്ടയാണ് അവിടെ നിന്ന് കിട്ടിയപ്പോ നമുക്ക് മൈലേജ് കിട്ടിയില്ല ചേട്ടാ. അപ്പൊ ചില സ്ഥലത്ത് നമുക്ക് മൈലേജ് കിട്ടും. അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ ഇന്ന് രാത്രിക്ക് കൂട്ടാൻ കുളിക്കുമോളെ കൊമ്പനാന കുട്ടപ്പ കൊമ്പ് കുലിക്കട കുട്ടപ്പ വെച്ചിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ കളിയാക്കണട്ട് നേരിക്ക്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഞാൻ കുറച്ച് നേരം വിശേഷം പറഞ്ഞിങ്ങനെ ഇരുന്നു എന്നുള്ള. അപ്പൊ ഇന്ന് നമുക്ക് വയ്യാത്തോണ്ടാണ് നമ്മൾ വേറെ വീഡിയോ കാര്യങ്ങൾ. അപ്പൊ നാളെ നമ്മൾ പുതിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ കുളിക്ക് ബൈ വേണോ ബൈ വേണോ കുളിക്ക് ബൈ വേണോ നേരിക്ക് നമ്മളിപ്പോ ബൈക്ക് വിശക്ക് മാറിയിട്ട് മുഖം ബൈ പോവാ. ഓക്കെ ചുരുക്കുന്നു. ബൈ ബൈ.